ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഓട്സ് റെസിപ്പിയാണ്. ഒരുപാട് പേർക്ക് ഓട്സ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബോയിൽ ചെയ്തിട്ടുള്ള ഓട്സിൻ്റെ ആ ടെക്സ്ചറും അതിൻ്റെ ടേസ്റ്റും പലർക്കും ഇഷ്ടമല്ല ഓട്സ് കഴിക്കുമ്പോൾ. സോ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഓട്സ് ഭയങ്കര ടേസ്റ്റി ആയി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സോ ഒരു ഹറി ലൈഫിലുള്ള ആൾക്കാർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീലായിട്ടും അതുപോലെ തന്നെ ഒരു ഈവനിങ് മീലായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഈ റെസിപ്പി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീനോ അല്ലെങ്കിൽ ഒരു 4 എഗ് വൈറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല മീലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ എടുക്കേണ്ടത് 30 ഗ്രാം ഓട്സ് ആണ്. പാൻ ചൂടാക്കി അതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കുക. എണ്ണ ഒഴുക്കി അങ്ങനെ ഒന്നും വേണ്ട. പാൻ ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കുക നല്ല രീതിയിൽ. അടി പിടിക്കാതിരിക്കാൻ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഓട്സ് വറുത്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തണ്ണിമത്തൻ, അതുപോലെ തന്നെ മുന്തിരി, ഓറഞ്ച്, അതുപോലെ തന്നെ പൊമോഗ്രാനൈറ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഓറഞ്ചും അതുപോലെ തന്നെ മുന്തിരിയും അതുപോലെ തന്നെ തണ്ണിമത്തനും നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നെ ഇതിലോട്ട് ഇടാം. അതിനുശേഷം ഈ ഓട്സ് എടുത്തിട്ട് ഈ ഫ്രൂട്ട്സിലേക്ക് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളാണ്. അതായത് ഈ ഫ്രൂട്ട്സും ഈ ഓട്സ് ചെറുതായിട്ടൊന്ന് വറുത്ത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് മീലായിട്ടും അതുപോലെ തന്നെ ഒരു ഈവനിങ് മീലായിട്ടും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ആ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഓട്സ് കഴിക്കാൻ പറ്റും. ഓട്സിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കുത്തോ ചോയോ ഒന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് ഓട്സ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.